പറയുന്നൊരു മുജാഹിദ് പ്രഭാഷകന്റെ അൻസാർ നന്മണ്ട എന്ന് പറയുന്നൊരു മുജാഹിദ് പ്രഭാഷകന്റെ പ്രഭാഷണങ്ങൾക്കിടയിൽ അദ്ദേഹം കുത്തിനിറക്കുന്ന വഹാബി വിഷവിത്തുകളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളുമായി വിനീതൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി ക്ലാസുകൾക്കും മോട്ടിവേഷൻ ക്ലാസുകൾക്കും ഇടയിലൊക്കെ ഇസ്ലാമികേതര വഹാബി ആശയങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ കുത്തിനിറക്കുന്നത് നാം ബോധവാന്മാരായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രഭാഷണം പലരും എനിക്ക് അയച്ചു തന്നു. കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഇസ്ലാമിക ആശയാദർശങ്ങൾക്കെതിരെ അദ്ദേഹം കുത്തിനിറക്കുന്ന വിഷവിത്തുകൾ എത്രമാത്രം ഭീകരമാണ്. വീട്ടിലെ ഭക്ഷണം ഇന്ന് ആഘോഷമാ. പല മരിച്ച വീടുകളിലും ഭക്ഷണത്തിന്റെ പെരുമയാ. കല്യാണ വീടുകളെക്കാൾ, വിവാഹത്തെക്കാൾ ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും രാവുകൾ. ആളുകൾ ക്ഷണിക്കുന്നു മരിച്ചോന്റെ ചോറ് കഴിക്കാൻ. ഇന്നത്തെ ഭാഷയിൽ നമ്മളത് പച്ചക്ക് പറയുകയാണെങ്കിൽ മരണച്ചോറ് തിന്നാൻ ആളുകൾ കൂട്ടിക്കൊണ്ടുപോവുക. എന്നിട്ട് ഓരോരുത്തരും ആ ഒരു കല്യാണ വീടിന്റെ പ്രതീതിയുണ്ടാക്കി വലിച്ചു നീട്ടപ്പെട്ട താറപ്പായന്റെ ചുവട്ടില് മരിച്ച പിറ്റേന്ന് പോയാ കേൾക്കുന്നതെന്താ? അവിടെ നെയ്ച്ചോറ് കൊടുക്ക്, ഇവിടെ അച്ചാറ് കൊടുക്ക്, അവിടെ തൈര് കൊടുക്ക്. മരിച്ചോൻ കബറിൽ 3 തികഞ്ഞിട്ടില്ല. ആ കുടുംബം 3 ദിവസം സങ്കടപ്പെടാൻ അവസരമുണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞത് അവസാനിച്ചിട്ടില്ല. ഒരാളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ സ്വതക്ക കൊടുക്കൽ, ഭക്ഷണം കൊടുക്കൽ പുണ്യകരമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുകയല്ലേ ഇയാൾ ചെയ്യുന്നത്? പരിഹസിക്കുന്നത് എന്താണ്? മരണച്ചോറ് എന്ന്. ആളുകൾ കൊടുക്കുന്ന സ്വതക്കയെ മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന പുണ്യകർമ്മത്തെ അദ്ദേഹം മരണച്ചോറിനോട് തുലനപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെ മാന്യമായി ചോദിക്കാനുള്ളത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി ഉഫ്തുലിതത് നഫ്സഹാ വലം തൂസി. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നൊരു സഹാബി ചോദിക്കുകയാണ്, നബി, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മ എന്നോടൊന്നും വസിയത്ത് ചെയ്തിട്ടില്ല. അലുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത് അഫലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ. നബിയെ, എന്റെ ഉമ്മ എന്നോട് സ്വതക്ക ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു, അവർക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്റെ ഉമ്മാക്ക് കിട്ടുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മരണപ്പൈസ നിങ്ങൾ കൊടുക്കരുത്, മരിച്ചോന്റെ പൈസ നിങ്ങൾ കൊടുക്കരുത് എന്ന് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ചെയ്താൽ മരണപ്പൈസ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മരണച്ചോറ് എന്ന് പറഞ്ഞ് കളിയാക്കാതെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് അവർക്ക് പ്രതിഫലം കിട്ടുമെന്നാണ്. നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹി ഇന്ന ഉമ്മി മാതത്. ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയെ, അഫ അതസദ്ദഖു അൻഹാ, ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉമ്മയെ തൊട്ട് എന്തെങ്കിലും സ്വതക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, നഅം. ഖുൽതു ഫഅയ്യു സ്വദഖത്തിൻ അഫ്ളലു, ഏത് സ്വതക്കയാണ് നബിയെ ഏറ്റവും അഫ്ളല്? നബി തങ്ങൾ അനുവാദം നൽകിയപ്പോ ഏത് സ്വതക്കയാണ് അഫ്ളൽ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, സഖീൽ മാ, ഉമ്മക്ക് വേണ്ടി മരണപ്പെട്ട ഉമ്മാന്റെ പേരിൽ നിങ്ങൾ വെള്ളം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ മയ്യത്തും വെള്ളം. നബിതങ്ങൾ പഠിപ്പിച്ച അധ്യാപനമാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സ്വതക്ക കൊടുക്കാനും മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനും മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇത്യാദി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ അത് മരണപ്പെട്ടവർക്ക് പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തെ കൊഞ്ഞനം കുത്തുന്ന രൂപത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം എത്ര വിഷലിപ്തമാണ് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക. പ്രഭാഷണത്തിന്റെ ഇടയിൽ അറിവില്ലായ്മ കൊണ്ട് പലതും വിളിച്ചു പറയുന്ന ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. അള്ളാന്റെ ദീനില് 3 ദിവസം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ 3 ദിവസം ദുഃഖം ആചരിച്ചിരിക്കണോ? ഇങ്ങനൊരു ദുഃഖാചരണം എവിടെയാണുള്ളത്? കുടുംബം 3 ദിവസം സങ്കടപ്പെടാൻ അവസരമുണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞത് അവസാനിച്ചിട്ടില്ല. തഅസിയത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണ്? മരണപ്പെട്ടവരുടെ വീട്ടിൽ വന്നിട്ട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. അഅലമല്ലാഹു അജ്റക വഅഹ്സന അസാക വഗഫറ ലിമയ്യതിക. പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനമാണ് മരണപ്പെട്ട വീട്ടിൽ വന്നിട്ട് മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളൊക്കെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം അവരൊക്കെ ദുഃഖിച്ചിരിക്കണമെന്നോ? ഇങ്ങനെ എന്തൊരു 3 ദിവസത്തെ ദുഃഖാചരണം പോലും കഴിയാതെ എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ തട്ടിവിടുന്നത് കേൾക്കുന്നുണ്ട്. അതാണ് അറിവില്ലാതെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ പേരിൽ പലതും വിളിച്ചു പറഞ്ഞ് പാവപ്പെട്ട ഉമ്മമാരെയും പാവപ്പെട്ട കുടുംബിനികളുടെയും സഹോദരിമാരുടെയും ഈമാൻ തെറ്റിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ.